വെച്ചാലും മനസ്സിലിരിപ്പ് പുറത്തു വരുമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിപ്പോൾ ഓരോ ബി.ജെ.പി. നേതാക്കളുടെയും വായിൽ നിന്നും വരുന്ന ഓരോ കാര്യങ്ങളും. ദ്രാവിഡ മണ്ണെന്ന് നമ്മൾ വിളിക്കുന്ന തമിഴ്നാടിനോടുള്ള കേന്ദ്ര അവഗണന പലപ്പോഴും മുഖ്യമന്ത്രി സ്റ്റാലിൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത്ര പരസ്യമായി തമിഴരെ ഏതോ നികൃഷ്ടരെന്ന രീതിയിൽ പൊതുവായി ചിത്രീകരിക്കാൻ മാത്രം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തരം താഴ്ന്നിരിക്കുകയാണ്. ഒരു തമിഴൻ ഒഡീഷയെ ഭരിക്കുന്നത് അംഗീകരിക്കാൻ കഴിയുമോ എന്നാണ് അമിത്ഷായുടെ ചോദ്യം. ആ വാക്കുകളിൽ നിന്നും തമിഴരെ ബി.ജെ.പി. ഏതു ദിശയിൽ കാണുന്നുവെന്ന് വ്യക്തമായിരിക്കുകയാണ്. ഒഡീഷയിൽ സ്ഥാനാർത്ഥിയായ ബി.ജെ.ഡി. നേതാവും നവീൻ പട്നായിക്കിന്റെ വിശ്വസ്തനുമായ വി.കെ. പാണ്ഡ്യനെ ലക്ഷ്യമിട്ടായിരുന്നു അമിത്ഷായുടെ വിമർശനം. ഞങ്ങൾക്ക് 75 സീറ്റിൽ കൂടുതൽ തന്നാൽ നിങ്ങൾക്ക് ഒഡീഷ സംസാരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ തരാമെന്നാണ് അമിത്ഷായുടെ വാക്കുകൾ. ദക്ഷിണ നാടിന്റെ അവിഭാജ്യ ഘടകമായ തമിഴ് വംശജരെ ഒരു തരം താഴ്ന്ന ആളെന്ന നിലയിൽ ചിത്രീകരിച്ചത് ദക്ഷിണേന്ത്യയിലെ എല്ലാവർക്കും ബാധകമാണ്. കാരണം ഇന്നവരെങ്കിൽ നാളെ നമ്മളാണ്. രാജ്യത്തിന്റെ സംസ്കാരത്തെ തമ്മിൽ തല്ലിക്കുന്ന അമിത്ഷായുടെ വിഭജന പ്രസ്താവന വീഡിയോ നമുക്കൊന്ന് കാണാം. भाइयों बहनों, मुझे बताओ, ओडिशा का सम्मान, ओडिशा की भाषा, ओडिया संस्कृति और ओडिया कला का सम्मान होना चाहिए या नहीं होना चाहिए? जोर से बोलो, होना चाहिए या नहीं होना चाहिए? क्या ओडिशा को नवीन बाबू के पीछे से कोई तमिल अधिकारी, तमिल बाबू चलाए, ऐसा चल सकता है क्या? अरे जोर से बोलो, चल सकता है? नवीन बाबू के बाद कोई मुख्यमंत्री तमिल बने, ऐसा चल सकता है क्या? जोर से बोलो, चल सकता है? अगर नहीं चल सकता है तो आपके पास मौका है, 75 से ज्यादा सीटें भारतीय जनता पार्टी को दे दो, हम बोडिया बोल पाए ऐसा मुख्यमंत्री आपको देने का काम करें।